അല്ലേ കഴിഞ്ഞ ഞങ്ങളൊരു ചക്ക വറക്കാനുള്ള പരിപാടിയിലായിട്ടൊരു ചക്ക കിട്ടി. അതിൻ്റെ ചുളയൊക്കെ ഇങ്ങനെ സ്റ്റൈലാക്കിയിട്ട് അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ചക്കയുടെ ഫോട്ടോ എടുത്തില്ലേ, ഇപ്പോൾ തോന്നിയതാണ് ഒരു ഐഡിയ. അപ്പോൾ ചക്ക ഇത് നമുക്ക് വറക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. ഇത് നമുക്ക് കറി വെക്കാൻ വേണ്ടി മാറ്റി വെച്ചത്. അതിൻ്റെ വാലും തലയൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ കറി വെക്കാൻ വേണ്ടി മാറ്റി വെച്ചത്. നല്ലതുള്ളല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ചക്ക വിശേഷം. ഇത് വറുത്തു നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയുണ്ട് അത് നല്ലതാ ഇളയ ഇതാണ്. അപ്പോൾ പച്ചച്ചക്ക ഇരുന്ന് തിന്നുണ്ട് കേട്ടോ ഒരാളിവിടെ. ഇവിടെ വയറ് വേദനിക്കുകയാണ്. ആനയെ ചേനയെ കൂനയെന്ന് പറഞ്ഞ ആട് ചവയ്ക്കുമ്പോൾ ഇരുന്ന് ചവച്ചുണ്ടാക്കുന്നുണ്ട്. വയറ് വേദനിക്കട്ടോ പച്ചച്ചക്ക തിന്നാലിനെ. ഇത്തിരി ഉപ്പ് കുറവാണ്. നോക്കട്ടെ. അപ്പോൾ ഓക്കെ, ഞാനത് വറുത്തിട്ട് ഇങ്ങോട്ട് വരാം. വറുത്തിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ ഇനി വറുത്തിട്ട് ബാക്കി കാണിക്കാം. അങ്ങനെ ചക്ക വറുത്ത് തുടങ്ങി സുഹൃത്തുക്കളെ. ഇതിന് രണ്ടാം ഘട്ടമായിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഒരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടേ നമ്മളുടെ പരിപാടികളൊക്കെ ഗ്യാസിന് വില കൂടുന്നു. കിട്ടാൻ ക്ഷാമാവുന്നതിൻ്റെ മുന്നേ ഞങ്ങളിങ്ങനെ ഒരു അടുപ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ വറുത്തെടുക്കാം. ഒരാൾ കാവലാണ് വറക്കണതിന്. കാവലി ഇതിൽ നമ്മൾ ഉപ്പുവെള്ളം ഒഴിച്ചു. തീയും കത്തണം. അതുപോലെ അല്ലാണ്ട് കത്തിയാലും കയ്യിലിക്കാതെ അടുപ്പിൽ വെച്ചുണ്ടാക്കി തിന്നണേ അതിൻ്റെ ഒരു ടേസ്റ്റ്. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയാട്ടോ. ഞങ്ങൾ ചോറൊക്കെ ഇതിൽ തന്നെ അധികം വയ്ക്കുക. ഗ്യാസിന് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇങ്ങനൊരു ഉണ്ടോ, ഇങ്ങനൊരു ഷീറ്റ് സെറ്റ് ചെയ്ത്, ഒരു ബൾബും ഷീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടേ നമ്മൾ വിറകൊക്കെ കണ്ടോ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരം മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊരു ശബ്ദം മാറുമ്പോൾ നമ്മളത് എടുക്കും അടുപ്പേന്ന്. ഓക്കെ, നമ്മൾ ചുളയൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിറക്കുക. എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് വറക്കരിക്കുക. ഒക്കെ അടുത്ത് തന്നെ കൊടുന്ന് വെച്ചാലേ നമ്മൾ കുട്ടികൾക്ക് ആവശ്യത്തിനാട്ടോ, കൊടുക്കാനൊന്നല്ലേ വിൽക്കാനൊന്നല്ലേ. അപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലേശം ഒന്ന് വറുത്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണല്ലോ. എന്തിനാ അനന്തൂനെ? അയ്യോ എന്തിനാടി അതിനെ വിളിച്ചിട്ട് ഇങ്ങനെ? അനന്തൂനെ ഇന്നലെ കണ്ടതല്ലേ രാത്രി.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ചക്ക വറക്കൽ കഥ കേട്ടോ. അപ്പോൾ ഓക്കെ, വരാം. ഇതുണ്ട് ചക്ക, നല്ല ക്രിസ്പി ആയിട്ടിരിക്കില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ താങ്ക് യു.